നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് രോഗം വരും, നമുക്ക് രോഗം വരും. പലരും മരിക്കുമ്പോ നമ്മൾ വേദനിക്കും, നമ്മൾ മരിക്കുമ്പോ നമുക്ക് വേണ്ടി വേറെ പലരും വേദനിക്കും. ഈ ലോകം അങ്ങനെയാണ്. ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു നമ്മൾ പറയും, പിന്നെ നമ്മുടെ മക്കൾ പറയും നമ്മളെ വാപ്പ മരിച്ചു, നമ്മളായിരിക്കും പോവുക. അപ്പോ ഇതാണ് ഈ ലോകം. ഈ ലോകത്തെ ദുഃഖങ്ങളില്ലാത്തവരാരാണ്? പ്രയാസങ്ങളില്ലാത്തവരാരാണ്? ഒരു കണ്ണുനീരൊരുക്കേണ്ട ഒരു പ്രശ്നം പോലും ഒരു വീട്ടിലില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? സമ്പന്നനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ. കാരണം ഇത് താൽക്കാലികമായൊരു ലോകമാണ്. ഇതൊരിക്കലും ശാശ്വതമായ ലോകമല്ല. എല്ലാരും മരിക്കും, അത് എപ്പോഴാന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ലോകമല്ലേ. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കും. ആർക്കത് തൃപ്തിയാണോ അവർക്ക് അള്ളാന്റെ തൃപ്തി കിട്ടും. ആ പരീക്ഷണങ്ങളിൽ ആർക്ക് റബ്ബിനോട് ദേഷ്യമാണോ അവർക്ക് അള്ളാന്റെ ദേഷ്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹ്